സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, കരുണാപരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും ഈ സദസ്സിലെ ഓരോരുത്തരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമുറാഹിമീനായ റബ്ബ് നമ്മുടെ ദുആകൾ സ്വീകരിച്ച് ഇഹലോകത്തും പരലോകത്തും ക്ഷേമവും ഐശ്വര്യവുമുള്ള ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായും ശാരീരികമായും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അവൻ മഗ്ഫിറത്തും മർഹമത്തും നൽകി നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മോടൊപ്പം അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളും ഒരേ രീതിയിലല്ല തുടങ്ങുന്നത്. ഓരോ സൂറത്ത് തുടങ്ങുന്നതിനും വ്യത്യസ്തമായ ചില ശൈലികൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. ഈ ശൈലികൾക്ക് ഫവാത്തിഹുസ് സുവർ എന്നാണ് സാധാരണ പറയാറുള്ളത്. സൂറത്തുകളുടെ പ്രാരംഭം എന്ന പേരിൽ ഏതാണ്ട് 10ഓളം ശൈലികൾ അള്ളാഹു ഖുർആനിലെ സൂറത്തുകൾ ആരംഭിക്കുന്നതിന് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ശൈലിയാണ് ചില സൂറത്തുകൾ ആരംഭിക്കുന്നതിന് ചില അക്ഷരങ്ങൾ മാത്രം അള്ളാഹു ഉപയോഗിക്കും. നൂൻ, സ്വാദ്, യാസീൻ, അലിഫ് ലാം മീം, അലിഫ് ലാം മീം റാ. പ്രത്യേകിച്ച് അർത്ഥം തോന്നാത്ത ചില അക്ഷരങ്ങൾ കൊണ്ട് ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ തുടങ്ങാറുണ്ട്. ഈ അക്ഷരങ്ങൾക്ക് അൽ ഹുറൂഫുൽ മുഖത്തഅ, ഖണ്ഡിതാക്ഷരങ്ങൾ എന്നൊരു പേരുമുണ്ട്. ഇക്കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച ഒരു ശൈലിയാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളെ പിടിച്ചുകൊണ്ട് ആണയിട്ടുകൊണ്ട് സൂറത്തുകൾ തുടങ്ങുക. വിശുദ്ധ ഖുർആനിലെ 15ഓളം സൂറത്തുകൾ അള്ളാഹു ഇങ്ങനെ ആണയിട്ടുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് തുടങ്ങിയതാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളെയാണ് അള്ളാഹു ഇങ്ങനെ സത്യം ചെയ്യുക. വന്നാസിആതി, മലക്കുകളെ കൊണ്ട് സത്യം. വല്ലുഹ, മധ്യാഹ്ന സമയം കൊണ്ട് സത്യം. വശംസി, സൂര്യനെ കൊണ്ട് സത്യം. എന്നിങ്ങനെ സത്യം ചെയ്യുന്നത് കാണാൻ കഴിയും. ഇതിൽ നിന്ന് ഭിന്നമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ ഒരു സൂറത്ത് മനുഷ്യനോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവിയുടെ പേര് പറഞ്ഞിട്ട് സത്യം ചെയ്തിട്ടുണ്ട്. ആ സൂറത്താണ് സൂറത്തുൽ ആദിയാത്ത്. വൽ ആദിയാത്തി, കിതച്ചോടുന്ന കുതിരകളെ കൊണ്ട് സത്യം എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം. സാധാരണ മനുഷ്യന്മാർ അവരുടെ സംസാരത്തിൽ ആണയിടാറുണ്ട്, സത്യം ചെയ്യാറുണ്ട്. നമ്മളെപ്പോഴാ സത്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചാല്, ഞാൻ പറയുന്ന കാര്യം അയാൾക്ക് ബോധ്യപ്പെടുത്താൻ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അയാൾക്കത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ഒരു ദൗർബല്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാണ് സത്യം, ഇത് സംഭവിച്ചതാണ് എന്ന് നമ്മൾ പറയാം. നമ്മൾ സത്യം ചെയ്യുന്നത് നമ്മുടെ ഒരു ദൗർബല്യത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ, ഒരു ദൗർബല്യത്തെ വിശ്വസിപ്പിക്കാനുള്ള ദൗർബല്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു എന്തിനായിരിക്കും സത്യം ചെയ്യുന്നത്? അള്ളാഹു പറയുന്ന കാര്യം സത്യമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനോ, അതോ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള അള്ളാഹുവിന്റെ ദൗർബല്യത്തെ മഅദല്ലാഹ് മറികടക്കാൻ വേണ്ടിയിട്ടോ? ഒരിക്കലും അല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ ഉപയോഗിച്ച സൃഷ്ടികളും
ആ സത്യം ചെയ്തുകൊണ്ട് പറയുന്ന കാര്യം തമ്മിൽ അടിസ്ഥാനപരമായ ഒരു ബന്ധം ഉണ്ടാവും. ആ ബന്ധത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അങ്ങനെ സത്യം ചെയ്യുന്നത്. നമ്മൾ സാധാരണ സത്യം ചെയ്യുമ്പോൾ അള്ളാഹുടെ സത്യം, പിന്നെ എന്തൊരു കാര്യം പറയുമല്ലോ, അള്ളാഹുടെ സത്യം ഞാനത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഞാൻ ചെയ്തു എന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹിനെ കുറിച്ച് ആണിടുന്നത്. ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ ഉപയോഗിച്ച സൃഷ്ടികളും അതിനുശേഷം പറയുന്ന കാര്യവും തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ടാകും. ഈ ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച സൂറത്ത് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ്. വൽ ആദിയാത്ത് ലബ്ഹൻ, കിതച്ചുകൊണ്ട് ഓടുന്ന കുതിരകളെ കൊണ്ട് സത്യം. ഫൽ മൂരിയാത്ത് ഖദ്ഹൻ, ഓട്ടത്തിന്റെ വേഗതയിൽ കുളമ്പുകൾ പരസ്പരം ഉരസി തീപാറിക്കുന്ന കുതിരകളെ കൊണ്ട് സത്യം. ഫൽ മുഗീറാത്ത് സുബ്ഹൻ, പ്രഭാതത്തിൽ ആക്രമിക്കുന്ന ഫഅസന്ന ബിഹി നഖാൻ, പൊടിപിടലങ്ങൾ പറത്തിക്കൊണ്ടു കളയുന്ന, ഇളക്കി വിടുന്ന. ഫവസത്തന ബിഹി ജംഅൻ, ശത്രുക്കളിലേക്ക് ഇരച്ചു കയറി അവയുടെ മധ്യത്തിൽ നിന്ന് കടന്നാക്രമിക്കുന്ന കുതിരകളെ കൊണ്ട് സത്യം. എന്താണ് സത്യം പറഞ്ഞ കാര്യം? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ തന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാകുന്നു. അഥവാ മനുഷ്യന്റെ നന്ദികേടിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുതിരയെ ചേർത്ത് പറയുന്നത്. കുതിരയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ വളരെ ലളിതമാണ്. ഈ കുതിരക്ക് അതിന്റെ ഉടമസ്ഥൻ തിന്നാൻ കുറച്ച് മുതിരയും വെയിലും തണുപ്പും കൊള്ളാതിരിക്കാൻ ഒരു ആലയും കെട്ടിക്കൊടുക്കും. അത് മതി, ജീവിതാവസാനം വരെ ആ കുതിര ആ മനുഷ്യന്റെ അടിമയായിട്ട് ജീവിക്കും. എന്തൊരു നന്ദിയും കൂറുമാണ് ആ കുതിര അതിന്റെ ഉടമസ്ഥനോട് കാണിക്കുന്നത്. അതിന്റെ പുറത്തുനിന്ന് കയറി കടിഞ്ഞാൻ പിടിച്ചാൽ അതൊരിക്കലും പറയൂല ഇപ്പൊ പാതിരാത്രിയല്ലേ, അല്ലെങ്കിൽ ഇത് കൊടും ചൂടുള്ള ഉച്ച സമയമല്ലേ, ഒന്നും പറയൂല. നിങ്ങൾ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചാൽ അതിങ്ങനെ ഓടാൻ തുടങ്ങും. അത് മഴയെന്നില്ല, വെയിലെന്നില്ല, പാതിരാത്രി എന്നില്ല, പത്തുവെളുപ്പിനെന്നില്ല. എപ്പോഴാണോ യജമാനം പറഞ്ഞാൽ അപ്പോൾ ഇറങ്ങി പുറപ്പെടും. പോകുന്ന വഴിയിൽ ചെളിയുണ്ടെന്നോ കല്ലും മുള്ളുണ്ടെന്നോ പാറക്കെട്ടുകളാണെന്നോ ആ കുതിര നോക്കാറില്ല. തെളിച്ചാൽ ആ വഴി അത് പോയിക്കൊണ്ടിരിക്കും. ശത്രുവിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരുടെ കയ്യിൽ വാളുണ്ടെന്നോ എറിഞ്ഞു വീഴ്ത്തുന്ന കുന്തങ്ങളുണ്ടെന്നോ ആ കുതിരക്ക് പ്രശ്നമല്ല. തന്റെ യജമാനൻ അവരുടെ നേരേക്കാണ് പറഞ്ഞു വിടുന്നതെങ്കിൽ അത് ആ അമ്പിനെയും കുന്തത്തെയും കൊണ്ട്. ഞാൻ ഈ അടുത്ത് കണ്ടൊരു വീഡിയോയിൽ വയറ്റിന്ന് ഇങ്ങനെ കൊടല് ചാടിയിട്ട് കുതിരപ്പുറത്തുനിന്ന് യാത്ര ചെയ്യുന്ന ഒരാളുടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു. ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ എതിരാളിയുടെ ഒരു അമ്പ് വെച്ചിട്ട് നേരെ സ്പെയിനിൽ സംഭവിച്ചൊരു സംഭവം. എന്ന് പറഞ്ഞാൽ ആരാണ് എന്നൊരു പ്രശ്നമല്ല, അതിന് എന്തൊക്കെ അപകടങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നതും അതിനൊരു പ്രശ്നമല്ല. മുതലാളി പറയുന്നു, യജമാനൻ പറഞ്ഞു, അത് മാത്രമാണ് അതിന്റെ ലക്ഷ്യം. എന്താ കഴിയുന്നത്? കുറച്ച് മുതല കൊടുക്കുന്നുണ്ട്, കയറിക്കിടക്കാൻ ഒരു ആലയും കെട്ടിക്കൊടുത്തു എന്നത് മാത്രം. ആ കുതിര ഉണ്ടല്ലോ, അത് തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ അവന്റെ റബ്ബിനോട് കടുത്ത നന്ദി കെട്ടവനാണ്. എന്താ തെളിവ്? വഇന്നഹു അലാ ദാലിക ലശഹീദ്, അവന്റെ ജീവിതം തന്നെ മനുഷ്യൻ നന്ദി കെട്ടവനാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് മനുഷ്യന്റെ ജീവിതം തന്നെയാണ്. ഇന്നഹു അലാ ദാലിക ലശഹീദ്. കുറച്ചു കാലമായിട്ട് മൂത്രമൊഴിക്കുമ്പോൾ മൂത്രത്തിൽ ഇങ്ങനെ നൊര കാണുന്നു, അല്ലാത്ത നടുവേദനയുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് കെട്ടിയോള് പറഞ്ഞത്, നമുക്കൊരു നെഫ്രോളജി ഡോക്ടറെ കാണാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാം. അയാൾ പറഞ്ഞു, കിഡ്നി രണ്ടും ഫെയിലിയർ ആണ്, അടിയന്തരമായി അത് മാറ്റിവെക്കണം, ഒരു 30-35 ലക്ഷം രൂപയാകും.
ജീവിക്കണമല്ലോ. എവിടെന്നെങ്കിലും ഒപ്പിച്ചൊരു ഡോണറെ കണ്ടെത്തി ഇയാൾ കിഡ്നിയൊക്കെ മാറ്റിവെച്ച് സുഖം പ്രാപിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ആ ഡോക്ടർ വന്നിട്ട് പറയാണ്, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, നല്ല ഹെൽത്തിയാണ്, എന്നാൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോഴേക്കും ഈ രോഗി ഡോക്ടറോടുള്ള നന്ദി പറഞ്ഞു തുടങ്ങും. എന്റെ ഡോക്ടറെ, എനിക്ക് എന്ത് പറയണമെന്നറിയില്ല, ഞാൻ എന്റെ കൺമുമ്പിൽ മരണം കണ്ടതാണ്. താങ്കളുടെ ഒരു കൈപുണ്യം, താങ്കളുടെ ശ്രദ്ധ, താങ്കൾ നടത്തിയ ശസ്ത്രക്രിയയുടെ വൈദഗ്ധ്യം, എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഇയാൾക്ക് വാക്കുകൾ കിട്ടൂല. ആ ഡോക്ടറോടുള്ള പെരുമാറ്റത്തിൽ അയാൾ ഉപയോഗിക്കുന്ന പദങ്ങളിൽ, വിക്ഷേപങ്ങളിൽ, ശരീരചലനങ്ങളിലൊക്കെ ആ നന്ദി ഇങ്ങനെ പ്രകടിപ്പിക്കൊണ്ടിരിക്കും. ഇയാൾക്ക് ഈ പറഞ്ഞ 2-3 മാസം മുമ്പ് ഈ കിഡ്നിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അള്ളാഹ് ഇത് കൊടുത്ത സന്ദർഭത്തിൽ ഒരു കേടുമുണ്ടായിരുന്നില്ല. ഒരു കേടുമില്ലാതെ 10-50 വർഷം സുഖമായി ജീവിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ആ കിഡ്നി ഇവന്റെ തന്നെ ജീവിതശൈലി കൊണ്ട് കേടായി അസുഖം ബാധിച്ച് അതൊന്ന് റിപ്പയർ ചെയ്ത് കൊടുത്ത മനുഷ്യനോടുള്ള അയാളുടെ കടപ്പാടാണ്. റബ്ബിനോടോ? ഈ കേടൊന്നുമില്ലാതെ കൊടുത്ത റബ്ബിനോടോ? ആ ശസ്ത്രക്രിയ വിജയിപ്പിച്ചു കൊടുത്ത റബ്ബിനോടോ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ ഭയങ്കര നന്ദി കെട്ടവനാണെന്ന് അല്ലാഹു പറയും. നമ്മിൽ ഒരാളിങ്ങനെ റോഡിലൂടെ നടന്നു പോകുന്നു, എന്തോ മൊബൈലും നോക്കി പരിസരം മറന്നുകൊണ്ട് നടന്നു പോവാണ്. പെട്ടെന്നാണ് എതിരെ ഒരു വാഹനം വരുന്നു. നമ്മളെ വാഹനം ഇടിക്കുന്നത് കണ്ടപ്പോഴേക്കും അടുത്ത് നിന്ന ഒരാൾ, അല്ലെങ്കിൽ റോഡരികിൽ നിന്നാൽ ഒരാൾ ഓടി വന്നിട്ട് നമ്മളെ പിടിച്ചു മാറ്റി രക്ഷപ്പെടുത്തുന്നു. നമ്മൾ അയാളെ രക്ഷപ്പെടുത്തിയ മനുഷ്യനോട് നമ്മളോട് നന്ദി ഭയങ്കരമായിരിക്കും. നിങ്ങളാണ് എന്റെ ജീവൻ രക്ഷിച്ചത്, എന്ത് കടപ്പാട് നിങ്ങളോടുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അല്ല ചോദിക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്ന ഭൂമി ഉണ്ടല്ലോ, ഈ ഭൂമിയെ ഒരൊറ്റ ആഘാതം കൊണ്ട് നശിപ്പിക്കാൻ പറ്റുന്ന വലിയ ഉൽക്കകൾ ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടേയിരിക്കുന്നു. നാം അതിനെ തടുത്തു നിർത്തുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിങ്ങനെ വളരെ കൂളായിട്ട് നടന്നു പോകുന്ന നമ്മുടെ ഈ ഭൂമി ഉണ്ടല്ലോ, ഈ ഭൂമിയുടെ ഉള്ള് എന്ന് പറയുന്നത് 6000 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചു മറിയുന്ന ഒരു സാധനമാണ് ഭൂമിയുടെ അകക്കാമ്പ്, ഇന്നർ കോർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഉപരിതലത്തിൽ കാണുന്ന അതിനേക്കാൾ 600 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് ഭൂമിയുടെ ഉള്ളിലെ ചൂട് എന്ന് പറയുന്നത്. ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ കറങ്ങുന്നു എന്ന് ചോദിച്ചാൽ ക്ലിയർ ആണ്. ഭൂമി സൂര്യനെ ചുറ്റുന്നത് മണിക്കൂറിൽ 1,07,000 കിലോമീറ്റർ വേഗതയിലാണ്. പെർ സെക്കൻഡ് 30 കിലോമീറ്റർ. അത് സ്വയം ചുറ്റുന്നതോ മണിക്കൂറിൽ 1670 കിലോമീറ്റർ വേഗതയിൽ. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന, ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന, തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമി. ആ ഭൂമിയിലാണ് നമ്മൾ കൈയും കാലൊക്കെ വീശിയിട്ട് വളരെ കൂളായിട്ട് നടന്നു പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടി വീണ് കിടക്കുന്ന ഒട്ടകത്തെ പോലെ ആക്കി തന്നവൻ. നിങ്ങൾ വല്ല നന്ദിയും കാണിക്കുന്നുണ്ടോ? മനുഷ്യ, നിങ്ങൾ വല്ല നന്ദിയും കാണിക്കുന്നുണ്ടോ? ഒരു വണ്ടി ഇടിക്കാൻ വന്നപ്പോൾ നിന്നെ പിടിച്ചു മാറ്റിയവന്റെ മുന്നിൽ നീ താണുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്കലപ്പെട്ട് നിൽക്കുമ്പോ ഇങ്ങനെ നിനക്ക് വേണ്ടി ഭൂമിയെ ഒരുക്കി തന്നവനോട് നീ എന്തെങ്കിലും നന്ദി കാണിക്കുന്നുണ്ടോ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ തന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാകുന്നു എന്ന് പറയും. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കാൻ കഴിയും. ഒരിക്കൽ കുടുംബവുമായിട്ട് യാത്ര പോകുന്നു, ഹർത്താലാണ്, വഴിയിലെങ്ങും കട തുറന്നിട്ടില്ല. അങ്ങനെ കുട്ടികൾക്ക് വിശക്കുന്നു, വീട്ടുകാർക്കും വിശക്കുന്നുണ്ട്. പരിചയമുള്ള ഒരു കടയും ഇല്ല. അപ്പോഴാണ് അവിടുത്തെ സുഹൃത്തിന്റെ ഒരു വീടുണ്ട് പോണ വഴിയിൽ. നമ്മ എല്ലാ കാറങ്ങോട്ട് തിരിച്ചു വിട്ട് ആ സമയത്ത് അവിടെ കയറി ചെന്ന് സുഹൃത്ത് അയാളെ നന്നായി സൽക്കരിച്ചു, ഭക്ഷണമൊക്കെ കൊടുത്തു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുടങ്ങും ഇയാളെ വർത്തമാനം.
ഒന്നും കഴിക്കാനില്ലാതെ സത്യത്തിൽ പെട്ടുപോയ ദിവസമായിരുന്നു എന്ന്. നിന്നെക്കുറിച്ച് ഓർത്തത് കൊണ്ട് മാത്രമാണ്. എന്തൊരു രുചിയാണ് നിങ്ങളുടെ ഭക്ഷണത്തിന്, ഒരു നിവൃത്തിയില്ലായിരുന്നു. അപ്പൊ അയാൾ പറയാല്ല, അങ്ങനൊന്നും ഇല്ല, അതൊക്കെ നമ്മളെങ്ങനെ നന്ദി വാക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആര്? ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തവൻ. സെക്കൻഡിൽ ഒരു കുട്ടി പട്ടിണി കൊണ്ട് മരിക്കുന്ന ഈ ലോകത്ത് നമ്മൾ ഈ സദസ്സിലുള്ളവർ തൽക്കാലം പട്ടിണിയില്ലാതല്ലേ ജീവിക്കുന്നത്. എന്നിട്ട് ഇതിന്റെ നന്ദി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏത് റബ്ബിനോടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഇന്നൽ ഇൻസാന റബ്ബിഹി ലകനൂത്. മനുഷ്യൻ തന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാകുന്നു. എന്താ തെളിവ്? അവന്റെ തെളിവെന്ന് പറഞ്ഞാൽ ഇന്നഹു അലാ ദാലിക ലശഹീദ്. അവന്റെ ജീവിതം മാത്രം ഒന്ന് എടുത്തു നോക്കിയാൽ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു. നിങ്ങൾ ചോദിച്ചത് മുഴുവൻ ഞാൻ തന്നിട്ടില്ലേ? വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു വഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. മനുഷ്യൻ എത്ര നന്ദി കിട്ടവനാണെന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. ഒരു ഖുദ്സിയ ഹദീസിൽ റസൂൽ പറയുന്നുണ്ട്, അല്ലാഹു പറയുന്നുണ്ട്, അഖ്ലുഖു, ഞാനാണ് അവനെ സൃഷ്ടിച്ചത്, പക്ഷേ വയഅബുദു ഗൈരി, അവൻ എന്നെ ഞാനല്ലാത്തവരുടെ എല്ലാവരുടെയും മുന്നിൽ വണങ്ങും. അഖ്ലുഖു, ഞാൻ അവനെ സൃഷ്ടിക്കുന്നു, വയഅബുദു ഗൈരി, അവൻ ഞാനല്ലാത്തവന് ഇബാദത്ത് ചെയ്യുന്നു. അർസുഖു, ഞാനാണ് അവൻ അന്നം കൊടുക്കുന്നത്. വയഷ്കുറു സിവായ, പക്ഷെ ഞാനല്ലാത്ത എല്ലാവരോടും അവൻ നന്ദി കാണിക്കും. ഇതാണ് മനുഷ്യന്റെ ബന്ധം എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്? അള്ളാഹ് പറയുന്നു, ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പേര് ശുക്ർ, നന്ദി എന്നാണ്. നമ്മൾ സാധാരണ കാഫിർ എന്ന പദം കേട്ടിട്ടുണ്ടാവും. ഈ കാഫിറിന്റെ വിരുദ്ധ പദം എന്താ? ഓപ്പോസിറ്റ് പദം എന്താ? മുഅ്മിൻ എന്നാണോ? അല്ല. കാഫിർ എന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് അള്ളാഹ് പറയുന്നത് ശാക്കിർ എന്നാണ്, നന്ദിയുള്ളവൻ എന്നാണ്. നന്ദി കെട്ടവനാണ് കാഫിർ. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. അള്ളാഹ് പറയാണ്, മനുഷ്യ, നിനക്ക് എന്നോട് രണ്ട് തരത്തിലേ പെരുമാറാൻ കഴിയൂ. ഇമ്മാ ശാക്കിറൻ, ഒന്നുകിൽ നിനക്ക് എന്നോട് നന്ദി കാണിക്കാം. വ ഇമ്മാ കഫൂറ, അല്ലെങ്കിൽ നിനക്ക് എന്നോട് കാഫിറായി നിലപാട് സ്വീകരിക്കാം. മൂന്നാമത്തെ റൈറ്റ് ഇല്ല. നമ്മളൊക്കെ ചില ആളുകളൊക്കെ വീട് വെക്കുമ്പോൾ വീടിന്റെ മുമ്പിൽ കണ്ണീർ കിട്ടാതിരിക്കാൻ വലിയ ബോർഡ് എഴുതി വെക്കും. അല്ലെങ്കിൽ ചില വീട് വാങ്ങിച്ചിട്ട്, കാറ് വാങ്ങിച്ചിട്ടൊക്കെ ഒരു ബോർഡ് എഴുതി വെക്കും. എന്താണ് ബോർഡ്? നല്ല ബോർഡാണ്. ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാകുന്നു. അത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ ഒരു കഷണം മാത്രമാണ്. യഥാർത്ഥത്തിൽ എഴുതി വെക്കേണ്ടത് ബാക്കിയുള്ള ഭാഗമാണ്. ആയത്ത് ഇങ്ങനെയാണ്, ഹാദാ മിൻ ഫദ്ലി റബ്ബി, എന്റെ റബ്ബിന്റെ ഔദാര്യമാകുന്നു. എന്നിട്ട് അള്ളാഹ് പറയാൻ, ഇത് ഔദാര്യമാണെന്നറിയോ? ലിയബ്ലുവനി അശ്കുറു അം അക്ഫുർ, ഞാൻ ഷാക്കിറാണോ കാഫിറാണോ, ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി റബ്ബ് തന്ന ഔദാര്യമാണ്. നമ്മൾ സൗകര്യപൂർവ്വം ആ വാക്കം കൊണ്ട് മാറ്റിയിട്ടാണ് ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് എഴുതി വെക്കുന്നത്. എഴുതി വെക്കേണ്ടത് മറ്റൊരു വാചകമാണ്. ഞാൻ ഈ വീട് വെച്ചപ്പോ, ഈ വാഹനം വാങ്ങിച്ചപ്പോ അതിന്റെ നന്ദി റബ്ബിനോട് കാണിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിനാണ് അള്ളാഹു നമ്മോട് ചോദിക്കുന്നത്. എന്തിനാണ് ഈ ശുക്ർ എന്ന് പറയുന്നത്? അറബി ഭാഷയിൽ ശക്കറ എന്ന് പറഞ്ഞാൽ തടി വെച്ചു എന്നാണ്. നമ്മൾ സാധാരണ ചില ആളുകൾ തടി വെച്ചുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ തമാശക്ക് ചോദിക്കാറുണ്ട്, നീ എവിടുന്നാണ് റേഷൻ വാങ്ങിക്കുന്നതെന്ന്. പറഞ്ഞിട്ട് ഇത്ര അർത്ഥമുള്ളൂ, നീ കഴിക്കുന്ന ആഹാരത്തിന്റെ പ്രതിഫലം നിന്റെ ശരീരത്തെ കാണുന്നുണ്ട്, നീ തടി വെച്ചിട്ടുണ്ടെന്നാണ്. അതിനാണ് ശക്കറ എന്ന് പറയാ. ശക്കറ എന്ന് പറഞ്ഞാൽ തടി വെച്ചു എന്നാണ്. അല്ലാഹ് ചോദിക്കുന്നതാണ്, സുഹൃത്തെ, നിങ്ങൾ ഈ കാണുന്നത് മുഴുവൻ റബ്ബ് ചെയ്തു തന്ന ചില നന്ദിയാണ്, അനുഗ്രഹങ്ങളാണ്. നീ കയറിക്കിടക്കുന്ന വീട്, നീ ഉപയോഗിക്കുന്ന വാഹനം, നീ കഴിക്കുന്ന ഭക്ഷണം, നിന്റെ കഴിവുകൾ, നിന്റെ കാഴ്ചയും കേൾവിയും ഒക്കെ റബ്ബ് തന്നതാണ്. നീ നന്ദി കാണിക്കുന്നുണ്ടോ, നന്ദികേടാണോ കാണിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഏറ്റവും ആദ്യം നന്ദി പറയേണ്ട വിഷയം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഒറ്റ വിഷയത്തിന് നമ്മൾ ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത്,
ഒരു സംശയം വേണ്ട, നമ്മൾ മുസ്ലിം ആയതിന് പേരില്ല. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ഒരാൾക്ക് അറിവുണ്ടാകാം, അറിവുണ്ടത് കൊണ്ട് അയാൾ ഒരിക്കലും ഹിദായത്ത് കിട്ടണമെന്നില്ല. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാര്, ഗംഭീരമായ ജ്ഞാനമുള്ളവർ കാഫിറുകളായി ദീനിന്റെ സന്മാർഗം കിട്ടാതെ മരിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വിദ്യാഭ്യാസമില്ലെങ്കിലും അടിസ്ഥാനപരമായി അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് മുഅ്മിനായ മനുഷ്യരെ നമുക്കറിയാം. അള്ളാഹ് പറയാണ്, അറിവ് എന്ന് പറയുന്നതും ഹിദായത്ത് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഇത് അള്ളാഹു പ്രത്യേകമായി കൊടുത്തതാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ ഹിദായത്ത് ആർക്കിട്ടിയാണെന്നറിയോ? അള്ളാഹു ഏതെങ്കിലും പ്രാർത്ഥന സ്വീകരിക്കാൻ ഏറ്റവും സാധ്യതയുള്ളവർ പ്രവാചകന്മാരാണ്, അല്ലെ? ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്ന് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന പ്രിയപ്പെട്ട പിതാവ് ആസർ വിശ്വാസിയാകണമെന്നായിരുന്നു. റബ്ബി, ഞാൻ എന്റെ വാപ്പക്ക് വേണ്ടി ഇങ്ങനെ പുറത്തുകൊണ്ട് തേടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എത്ര തവണയാണ് ഈ വാപ്പക്ക് വേണ്ടി ഇബ്രാഹിം എന്ന പ്രവാചകൻ പ്രാർത്ഥിച്ചത്? അല്ലാതെ കേട്ടില്ല. ആസറിന് കാഫിറായി മരിച്ചു പോകേണ്ടി വന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടതിന് ശേഷം, വല്ലുപ്പയും മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ വളർത്തിയത് അബൂ താലിബാണ്. അബൂ താലിബ് മണ്ണാസനായി കിടക്കുന്ന സന്ദർഭത്തിലും റസൂല് ചെന്നിട്ട് പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ, നിങ്ങളൊന്ന് ദീനിലേക്ക്, റബ്ബിലേക്കൊന്ന് മടങ്ങൂ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് കൊതിയോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മൂത്താപ്പക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞ മറുപടി എന്തറിയോ? അത് വേറെ. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നിനക്ക് ഇഷ്ടപ്പെട്ട ദീനിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് കഴിയില്ല. നീ പറയേണ്ടതൊക്കെ പറഞ്ഞു. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹു യഹ്ദി മൻ യശാ. അള്ളാഹ് ഉദ്ദേശിച്ചവന് മാത്രമേ അവന് ഹിദായത്ത് കൊടുക്കൂ. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ സദസ്സിലെ, എനിക്കറിയില്ല ആരെങ്കിലും എക്സ്ട്രാ ഉണ്ടോ, 99% ആളുകൾ നമ്മുടെയൊക്കെ വാപ്പയും ഉമ്മയും മുസ്ലിം ആയതുകൊണ്ടല്ല നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ വളരെ കാര്യമായി പഠിച്ച്, ദീനിനെ കുറിച്ച് പഠിച്ച്, നമ്മൾ ഏതെങ്കിലും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇസ്ലാം അല്ലാത്ത വേറെ ഏതെങ്കിലും മുസ്ലിം അല്ലാത്ത ഒരു വാപ്പയുടെയും ഉമ്മയുടെയും മകനായിട്ടാണ് നമ്മൾ ജനിച്ചതെങ്കിൽ ഈ സദസ്സിൽ എത്ര പേരുണ്ടാവും? ദീനിനെ കുറിച്ച് പഠിച്ച്, പഠിച്ചിട്ട് ഇത് സ്വീകരിക്കേണ്ട മതമാണെന്ന് ബോധ്യപ്പെട്ട്, അപ്പോൾ അയാൾക്ക് സമൂഹത്തിലുണ്ടാകുന്ന, കുടുംബത്തിലുണ്ടാകുന്ന, ജോലിസ്ഥലത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് ദീനിനെ കുറിച്ച് വായിച്ച് എങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു വരുന്ന മനുഷ്യൻ, അങ്ങനെ എത്രയും പേരുണ്ട് ഈ സദസ്സിൽ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും അതിനെ കുറിച്ചിട്ട്? ഞാൻ എന്റെ കാര്യം പറയാം. പടച്ച തമ്പുരാൻ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം തന്നെന്നറിയാം, എന്റെ വാപ്പയും മുസ്ലിമായി തന്നത് മാത്രമാണ്. എനിക്ക് ഒരു ഉറപ്പുമില്ല എന്റെ വാപ്പയും മുസ്ലിം ആയിരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ വരുമായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? അപ്പൊ നാം ആദ്യം കാണിക്കേണ്ട നന്ദി എന്ന് പറയുന്നത്, റബ്ബ് നമ്മളെ, പ്രവാചകന്റെ പ്രാർത്ഥന സ്വീകരിക്കാത്ത ലോകത്തിലെ 800 കോടി മനുഷ്യന്മാരിൽ ഏതാണ്ട് 680 കോടി മനുഷ്യന്മാർക്കും കിട്ടാത്ത 120 കോടി മനുഷ്യർക്ക് മാത്രം ലഭിച്ചൊരു ഭാഗ്യമാണ്. നമ്മളൊക്കെ മദ്രസ പഠിച്ചല്ലേ, ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ഷഹാദത്ത് കലിമ ചൊല്ലണമെന്ന്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആയത്? നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് അങ്ങനെ ചൊല്ലേണ്ട പോലും അവസരം വന്നിട്ടില്ല. ജനിച്ചു വീണപ്പോ ആരോ ഒരാൾ നമ്മുടെ ചെവിയിൽ ബാങ്ക് കൊടുത്തിട്ട്, ഇഖാമത്ത് കൊടുത്തിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ അത് ചെവിയിൽ ആദ്യം കേട്ട് ജനിക്കാനുള്ള ഏറ്റവും മഹത്തായ ഒരു ഭാഗ്യം കിട്ടിയ ഒരു സമൂഹം. നമ്മൾ അതിനാണ് നന്ദി കാണിക്കേണ്ടത്. ഹാദിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ നമ്മളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടതാണ്. റബ്ബ് ചോദിക്കുകയാണ്, ഇതിനാണ് നിങ്ങൾ നന്ദി കാണിക്കേണ്ടത്. നന്ദി കാണിക്കേണ്ടെന്ന് വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോ ആളുകൾ പറയും, ഞാൻ എന്റെ ശമ്പളം കൊണ്ട്, ഞാൻ വാങ്ങിച്ച പൈസ കൊണ്ട്, ശരി, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായാൽ മാത്രം നമുക്ക് ഭക്ഷണം കിട്ടുമോ? ഇപ്പൊ എല്ലാവരും നിസ്കാരം കഴിഞ്ഞിട്ട് പോയി ചോറ് ഉണ്ടല്ലോ, ഒരു ഉരുള ചോറ് തിന്നുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ ഉരുള ചോറ് എങ്ങനെ ഉണ്ടായെന്ന്. ആസാമിലെ ഏതോ ഒരു കർഷകൻ അവന്റെ പാടത്ത് വിത്തെറിഞ്ഞിട്ട് അവൻ വെയിലും മഴയും നോക്കാതെ അതിന് വെള്ളം കോരി വളമിട്ട് അതിന്റെ തടവെടുത്ത് അതിന് ആവശ്യമുള്ള സമയത്ത് എല്ലാ പരിചരണം കൊടുത്തി അത് കൊയ്തെടുത്ത് അത്
ചാക്കുകളിലാക്കി മില്ലിൽ കൊണ്ടുപോയി കുത്തി, അത് പുഴുങ്ങി കുത്തി അരിയാക്കി, അത് ഏതോ ഒരു ലോറിക്കാരൻ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഒരു ഹോൾസെയിൽ ഡീലറിനെ കൊടുത്തു. അയാൾ ഒരു റീറ്റെയിൽ ഡീലർ, അയാൾ വീണ്ടും ഒരു റീറ്റെയിൽ ഡീലർ. അങ്ങനെ നമ്മുടെ വീടിന്റെ കടയിൽ അടുത്ത് വന്ന് ഒരു കടയിൽ ഇത് സാധനം വന്നപ്പോൾ നമ്മൾ പൈസ കൊണ്ട് കൊടുത്ത് സാധനം വാങ്ങിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു ഉരുള ചോറ് എന്റെ നിങ്ങളുടെയും വായിലേക്ക് വരുമ്പോ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ അതിന്റെ പിന്നിൽ പണിയെടുത്തിട്ടുണ്ട്. അവരുടെ മതം നമ്മൾ തിരക്കിയിട്ടില്ല, അവരുടെ ജാതി നമ്മൾ തിരക്കിയിട്ടില്ല, അവരുടെ വർഗം തിരക്കിയിട്ടില്ല. ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഇങ്ങനെ ഒരു ചെയിൻ പോലെ വർക്ക് ചെയ്താണ് ഈ സാധനം നമ്മുടെ വീട്ടിലുണ്ടാകുക. നമ്മൾ കഴിക്കുന്ന അപ്പോഴാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ആ ചണമുണ്ടാക്കിയ ചാക്കുണ്ടാക്കിയ ഒരുത്തരുണ്ടല്ലോ, ആ ചണം കൃഷി ചെയ്തവൻ, അതിന് വളമുണ്ടാക്കിയവൻ, ആ ചണത്തെ ഇതാക്കാൻ വേണ്ടി ഇതിനെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മെഷീനറി ഉണ്ടാക്കിയവൻ, അതിനുവേണ്ടി പണിയെടുത്തവൻ, അതിനുവേണ്ടി ഇരുമ്പയിന് കുടിച്ചവൻ, ഇത് കൊണ്ടുവന്ന ലോറി ഉണ്ടാക്കിയവൻ, അതിന്റെ ആ ലോറിയുടെ ടയറിന്റെ റബ്ബർ കൃഷി ചെയ്തവൻ, കോടാനുകോടി മനുഷ്യർ അവരൊരുമിച്ച് പണിയെടുത്തിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് ഭക്ഷണം വന്നു ചേരുന്നത്. എന്നിട്ടോ ഈ ഭക്ഷണം നമ്മുടെ അനുഭവം നമ്മൾ ആലോചിച്ച് നോക്ക്. കുറച്ചു മുമ്പ് ഞാനൊരു ഹോസ്പിറ്റലായിരുന്നു, ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട്. ഹോസ്പിറ്റലിൽ നിങ്ങൾ കയറി കാണേണ്ടുന്ന ഒരു സ്ഥലമാണ് ICU എന്ന് പറയുന്നത്. പരിചയമുണ്ടെങ്കിൽ കയറി കാണാൻ നോക്കിയാൽ മതി. സങ്കടം വരും. നല്ല ഗംഭീരമായ ജീവിതാവസ്ഥകൾ ഉണ്ടായിട്ട്, ഭക്ഷണം ഉണ്ടായിട്ട് വയറ്റിന് ഇവിടെ കൊണ്ടൊരു സഞ്ചി ഇട്ടിരിക്കുകയാണ്. എല്ലാവരും പുറത്ത് കാണരുതേ എന്ന് വിചാരിക്കുന്ന ഏറ്റവും രഹസ്യമായി ചെയ്യുന്ന മലവും മൂത്രവും വീഴാൻ പറ്റുന്ന സഞ്ചി തൂക്കിക്കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഉറ്റ ബന്ധുക്കളും പണവും ഉണ്ടായിട്ട്, ഇഷ്ടപ്പെടുന്ന ആഹാരങ്ങൾ ഉണ്ടായിട്ട്, ഇതൊന്നും കഴിക്കാൻ കഴിയാതെ മൂക്കിലൂടെ ട്യൂബ് ഇട്ടിട്ട് അതിലൂടെ അരച്ചൊഴിച്ചു കൊടുക്കുന്ന സാധനം വെച്ചിട്ട് ജീവൻ നിലനിർത്തുന്ന ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ആഴ്ചയിൽ 3-4 തവണ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ ജീവിതം ഉണ്ടല്ലോ, ഇതിനെന്തെങ്കിലും നിങ്ങൾ കാണിക്കുന്നുണ്ടോ? ഇന്നൽ ഇൻസാനലി റബ്ബിഹി ലകനൂത്. എന്തൊരു നന്ദി കെട്ടവനാണോ നിങ്ങൾ? നിന്റെ ജീവിതം അതിന് ഏറ്റവും വലിയ തെളിവല്ലേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്. എന്തുകൊണ്ട് ആ മനുഷ്യൻ നന്ദി കെട്ടവനായി തീരുന്നറിയോ? അതിന് ആ സൂറത്തിന്റെ അവസാനം 2 മറുപടി അല്ല പറയുന്നത്. 2 കാര്യമാണ്. ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ഒന്ന്, പണമാണ് എല്ലാം വലുതെന്ന് നാം വിചാരിക്കും. അപ്പൊ അവന് നന്ദി കാണിക്കാൻ തോന്നുന്നില്ല. അവന് തോന്നുന്നത് എന്റെ അധ്വാനം കൊണ്ട്, എന്റെ വാപ്പ വാങ്ങിച്ചിട്ട ഭൂമി, അല്ലെങ്കിൽ ഞാൻ പിന്നെ ഉണ്ടാക്കിയെടുത്ത കമ്പനി കൊണ്ട് ഞാൻ പൈസ ഉണ്ടാക്കി. ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. പണമാണ് എല്ലാം വലുതെന്ന് തോന്നുന്നവന് റബ്ബിനോട് നന്ദി കാണിക്കാൻ തോന്നൂല. സൂറത്ത് യാസീനിൽ പറയുന്നുണ്ടല്ലോ. സൂറത്ത് യാസീനിൽ ചില മനുഷ്യന്മാരോട് നിങ്ങൾ ഈ സാധുക്കളായ ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറയുമ്പോൾ പറയാണ്, അള്ളാഹ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലാത്തവർക്ക് ഞാൻ എന്തിനാ കൊടുക്കുന്നത്? അള്ളാഹ് ഉദ്ദേശിച്ചില്ല, ഞാൻ എന്തിനാ കൊടുക്കുന്നത്? മനുഷ്യൻ അള്ളാഹനെ മറക്കുന്ന ഒരു സന്ദർഭം പണത്തിന്റെ മുന്നിലാണ് എന്ന് അള്ളാഹു പറയുന്നു. 2ാമത്തെ സന്ദർഭം അള്ളാഹു അതേ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, അഫലാ യഅലമു ഇദാ ബുഇസറ മാ ഫിൽ ഖുബൂർ. അവന് പരലോകത്തെ കുറിച്ച് ഒരു ഓർമ്മയില്ല. ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും. ഓരോന്നിനും എണ്ണി കണക്കൊക്കെ പറയേണ്ടുന്ന ഒരു കാര്യം ലോകം വരും എന്ന് അവൻ ആലോചിക്കുന്നതേ ഇല്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. പരലോകബോധമില്ലാത്തതും പണത്തെ സർവത്രമായി കാണുന്നതുമാണ് മനുഷ്യനെ നന്ദികളിലേക്ക് എത്തിക്കുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. സമയം കിട്ടുമ്പോൾ നമ്മൾ ഇവിടൊക്കെ ഒന്ന് കയറി നടക്കണം, ഹോസ്പിറ്റലിൽ പോകണം, ഒരു മാനസികാരോഗ്യം എടുക്കണം. ഒരു ഭ്രാന്താലയത്തിൽ ചെന്ന് നോക്കുക, കാണാൻ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, പക്ഷെ ബുദ്ധിക്ക് വളർച്ചയില്ല, മനോരോഗിയായ മനുഷ്യൻ. എന്നെ പഠിപ്പിക്കുമ്പോഴേ എന്റെ ക്ലാസ്സിലൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. ആ കുട്ടി ഇപ്പൊ മാഷാ അല്ലാഹ് PhD ഒക്കെ എടുത്ത് അന്ധനായിരുന്നു. ഇവന്റെ കല്യാണമൊക്കെ ആയപ്പോ എന്നെ വിളിച്ചു, ഉസ്താദെ എന്റെ കല്യാണമാണ്, ഉസ്താദ് എന്തായാലും പറഞ്ഞു. അങ്ങനെ കല്യാണത്തിനൊക്കെ പങ്കെടുത്തു. മാഷാ അല്ലാഹ് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോ അവൻ എന്നെ വിളിച്ചു, സാറേ എനിക്കൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്, ഒരു ആൺകുട്ടിയാണ്, സാർ പ്രാർത്ഥിക്കണം. ഇപ്പൊ ഞാൻ തമാശക്ക് ചോദിച്ചു, സന്തോഷമായില്ലേ? അവൻ പറയാണ്, സന്തോഷമായി ഉസ്താദെ, പക്ഷെ എനിക്ക് എന്റെ മോന്റെ മുഖം ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു, ചെവികേൾക്കാക്കത്തില്ല, സ്വന്തം ഉമ്മയുടെയും വാപ്പയുടെയും സൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യന്മാർ ഉള്ള പറയാണ്.
നിങ്ങളെ തന്നെ നിന്റെ ചുറ്റുവട്ടത്തെ ഒന്ന് നോക്കിയാൽ മതി. റബ്ബിനോട് നമ്മൾ എന്തിനാ നന്ദി കാണിക്കണം എന്ന് നമുക്ക് മനസ്സിലാവും. എന്താണ് റബ്ബ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നന്ദി എന്നറിയോ? ഒറ്റ വാക്കിൽ അള്ളാഹു പറയുന്നുണ്ട്, വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലൈക ഹുമുൽ കാഫിറൂൻ. അള്ളാഹ്ക്ക് ഒറ്റ കാര്യം വേണ്ടതുള്ളൂ, നിങ്ങൾ ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം. വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ്, ആരെങ്കിലും അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ല അവന്റെ ജീവിതത്തെ നടത്തുന്നത്, അവന്റെ കച്ചവടം, നടത്തം, ഇരുത്തം, നോട്ടം, ആരാധനാകർമ്മങ്ങൾ, ഇത് അള്ളാഹ് പറഞ്ഞതനുസരിച്ചല്ല ചെയ്യുന്നതെങ്കിൽ ഫൗലൈക ഹുമുൽ കാഫിറൂൻ, അവരാണ് നന്ദി കെട്ടവർ. നമ്മൾ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യം, നിങ്ങൾക്ക് ചെയ്തു തന്ന ഈ അനുഗ്രഹമുണ്ടല്ലോ, ഇതിന് നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം. ഞാൻ പറയുന്ന ഹലാലുകളെ സ്വീകരിച്ചുകൊണ്ട്, ഞാൻ പറയുന്ന ഹറാമുകളെ നിരാകരിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അത് മാത്രമേ എനിക്ക് നിങ്ങളുടെ ആവശ്യമുള്ളൂ. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല. വമൻ ശക്കറ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി, ആരെങ്കിലും നന്ദി കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം അവന് തന്നെ കിട്ടും. വമൻ കഫറ, ആരെങ്കിലും നിഷേധിച്ചാലോ, ആരെങ്കിലും നന്ദികേട് കാണിച്ചാലോ അതും അവന് തന്നെയാണ്. റബ്ബിന് ഇതിന്റെ ആവശ്യമില്ല. ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം, നിന്റെ റബ്ബ് ഗനിയാണ്, അവൻ എല്ലാറ്റിൽ നിന്നും ധന്യനാണ്, അവന് നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല. നന്ദി കാണിക്കുക എന്ന് പറയുന്നത് പോലും ആത്യന്തികമായി നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, മനുഷ്യ നമുക്ക് വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത്. അള്ളാഹു ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നത് പോലെ തന്നെയാണ് മനുഷ്യനോട് നന്ദി കാണിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ലം യശ്കുരിൻ നാസ ലം യശ്കുരില്ല, മനുഷ്യരോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോടും നന്ദി കാണിക്കുന്നില്ല. മനുഷ്യരോടുള്ള നന്ദി ഒരുപക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് കാണിച്ചു പോകും, റബ്ബിനോടുള്ള നന്ദി മറന്നു പോകും എന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നന്ദിയുള്ളവരുടെ ആളുകളെ